രാധേ രാധേ, ഗുഡ് മോർണിംഗ്. നീലേശ്വരത്തുനിന്ന് ഒരു +2 സ്കൂളിലെ ടീച്ചർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, വൈകുന്നേരം സ്കൂൾ വിട്ടപ്പോൾ അല്പം താമസിച്ചു. അപ്പോൾ ബസ് സ്റ്റോപ്പ് വരെ ഒരു സാറ് ലിഫ്റ്റ് തന്നു. ബൈക്കിൽ ഞാൻ പോയി ഇറങ്ങി. അതെൻ്റെ ഹസ്ബൻഡിൻ്റെ കൂട്ടുകാരൻ കണ്ടു. കൂട്ടുകാരൻ വിളിച്ചു പറഞ്ഞു, ആകപ്പാടെ പ്രശ്നമായി, വഴക്കായി. ഇപ്പം എൻ്റെ അടുത്ത് മിണ്ടുന്നതേ ഇല്ല. എന്നതാ ഇപ്പം വീട്ടിൽ കൊണ്ടുവന്നാക്കി സാറേ. ഞാൻ ചെയ്തത് അത്രയും വലിയ തെറ്റാണോ? അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ ചെയ്തതിൽ ഒരു ചെറിയ പെശകുണ്ട്. നിങ്ങളുടെ ഹസ്ബൻഡിനെ വിളിച്ചൊന്ന് അനുവാദം ചോദിക്കണമായിരുന്നു. പ്രത്യേകിച്ചും അദ്ദേഹത്തിന്റെ സ്വഭാവം നിങ്ങൾക്ക് അറിയാമായിരുന്ന സ്ഥിതിക്ക്. നോക്കൂ, നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താവിന് സമ്മതമാണെങ്കിൽ ബൈക്കിൽ യാത്ര ചെയ്യുന്നതിൽ യാതൊരു കുഴപ്പവുമില്ല. നിങ്ങൾ അവിവാഹിതയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് സമ്മതമാണെങ്കിൽ യാത്ര ചെയ്യുന്നത് കൊണ്ട് ഒരു കുഴപ്പവുമില്ല. അപ്പോൾ ഇത് ഞാൻ ക്ലാസ്സിൽ പറഞ്ഞപ്പോൾ എൻ്റെ ക്ലാസ്സിൽ എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു കുട്ടി എന്നോട് പറഞ്ഞു, സാറേ അപ്പം നമുക്കൊരു വ്യക്തിത്വമില്ലേ? ഞാൻ പറഞ്ഞില്ല. കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ആളുടെ ഇത് പരിഗണിക്കണം. നോക്കൂ, ഭാര്യ ചെയ്യുന്ന ഒരു പ്രവൃത്തി ഭർത്താവിന് നാണക്കേടുണ്ടാക്കുമെങ്കിലോ ഭർത്താവ് ചെയ്യുന്ന പ്രവൃത്തി ഭാര്യയ്ക്ക് നാണക്കേടുണ്ടാക്കുമെങ്കിലോ അവിടെ വ്യക്തിത്വം പറഞ്ഞിട്ട് കാര്യമില്ല. മറിച്ച് ഇപ്പൊ ഞാൻ പറഞ്ഞു, ക്ലാസ്സിൽ വരുന്ന ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിക്ക് സ്പോക്കൺ ഇംഗ്ലീഷിന് വരണം. അതിന് ഭർത്താവ് സമ്മതിക്കുന്നില്ലെങ്കിൽ ചോദിക്കാം, എനിക്കൊരു വ്യക്തിത്വമില്ലേ? ഭക്ഷണം, ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാൻ പറയുന്നില്ലെങ്കിൽ വ്യക്തിത്വമില്ലേ എന്ന് ചോദിക്കാം. നിങ്ങളുടെ അമ്മയെ കാണാൻ പോണം, വിടുന്നില്ലെങ്കിൽ എനിക്ക് വ്യക്തിത്വമില്ലേ എന്ന് ചോദിക്കാം. അതേസമയം രണ്ടുപേരെയും ബാധിക്കുന്ന കാര്യത്തിൽ അവിടെ വ്യക്തിത്വമില്ല. എന്തുകൊണ്ടാണ് ഈ ബൈക്കിൽ പോകുമ്പോൾ എതിർക്കുന്നത്? എനിക്ക് തോന്നുന്നത് ബൈക്കിലാകുമ്പോൾ ശരീരം അങ്ങോട്ട് സ്പർശിക്കാം. ആ സ്പർശം ഒരുപക്ഷെ പുരുഷനിൽ എന്തെങ്കിലുമൊക്കെ വികാരങ്ങൾ ഉണർത്താം. കാറിലാകുമ്പോൾ അങ്ങനെ പറ്റുകയില്ല. നമുക്കിപ്പം നമ്മുടെ സഹോദരിയെ പോലെയാണെന്നേ പറയാൻ പറ്റൂ. അങ്ങനെ പറയുന്ന സഹോദരിയെ പോലെ എന്ന് പറയുന്നവരുമായി ഒരു മുറിയിൽ നമുക്ക് ഒന്നിച്ചു കിടന്ന് ഉറങ്ങാൻ നമുക്ക് പറ്റത്തില്ലല്ലോ. എന്തായാലും നിങ്ങളുടെ ഭർത്താവിന് പരാതിയില്ലെങ്കിൽ നിങ്ങൾക്ക് യാത്രയാകാം. നിങ്ങളുടെ മാതാപിതാക്കൾക്ക് പരാതിയില്ലെങ്കിൽ നിങ്ങൾക്ക് യാത്രയാകാം. ഒന്നുകൂടി, നിങ്ങളുടെ ഭർത്താവ് മറ്റൊരു സ്ത്രീയെ ബൈക്കിൽ വെച്ചുകൊണ്ട് പോയാൽ നിങ്ങൾക്ക് പരാതിയില്ലെങ്കിൽ കുഴപ്പമില്ല. അതേ കണക്ക് പുരുഷ, നിങ്ങളുടെ ഭാര്യ മറ്റൊരാളുടെ പുറവിനിരുന്ന് യാത്ര ചെയ്താൽ നിങ്ങൾക്ക് പ്രശ്നമില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി ഒരു സ്ത്രീ ബൈക്കിന്റെ പുറവിനിരുന്ന് പുരുഷന്റെ കൂടെ യാത്ര ചെയ്യാമോ? നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ ഇടുക. ഗുഡ് മോർണിംഗ്. രാധേ രാധേ, ഓ രാധേ രാധേ, രാധേ രാധേ, ഓ രാധേ രാധേ.